നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സർവ്വതിനെയും ആദ്യം എതിർക്കുക, ശേഷം അംഗീകരിക്കുക. അത് ഒരു CPM ശൈലിയാണ്. അത് നിയമമാണെങ്കിൽ പോലും അങ്ങനെ ഒരു നിയമനിഷേധത്തിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് MP-ക്ക്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച ബ്രിട്ടാസിന്റെ ഈ പ്രവൃത്തി പാർട്ടിക്കും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസ് MP-യുടെ രാഷ്ട്രീയ പ്രസംഗം. കേരള സർവകലാശാലയിൽ ഇടതുപക്ഷ സർവകലാശാല ജീവനക്കാർ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ബ്രിട്ടാസ് രാഷ്ട്രീയം പ്രസംഗിച്ചത്. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ നിയമങ്ങൾ ലംഘിച്ച് വ്യക്തമായ രാഷ്ട്രീയ പ്രസംഗം കത്തിച്ചു ബ്രിട്ടാസ് സഖാവ്. സർവകലാശാലകൾ സംവാദ വേദികളായി മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ വേദിയിലെത്തി തട്ടിവിട്ടു. കേന്ദ്ര നയങ്ങളെയാണ് പ്രധാനമായും വിമർശിച്ചത്. സർവകലാശാലയിലെ പ്രഭാഷണം വിലക്കിയ VC ദാസ്യപ്പണി ചെയ്യുകയാണെന്നും അത് VCയുടെ ധാർഷ്ട്യം കൂടിയാണെന്നും ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ജനാധിപത്യ സംവിധാനങ്ങളുടെ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത്. അതൊക്കെ തിണ്ണമിടുക്കിന്റെ ബലത്തിലും ഗുണ്ടായിസത്തിലൂടെയുമൊക്കെ നിയമലംഘനം നടത്തുന്നത് CPM-ന് ചേർന്നതാണോ എന്നും MP സ്ഥാനത്തിരിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ ജോൺ ബ്രിട്ടാസിനെ യോജിച്ചതാണോ എന്നുമൊക്കെ വിവേകപൂർവ്വം മനസ്സിലാക്കിയാൽ നന്ന്. ഇങ്ങനെയുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയാൽ ഹീറോ ആകുമെന്നും ജനങ്ങൾ ത്രില്ലടിച്ച് 10 വോട്ടുകൾ കൂടുതൽ നൽകുമെന്നും കരുതുന്നത് ഈ കാലഘട്ടത്തിലെ ശുദ്ധ വിഡ്ഢിത്തം മാത്രമാണ്. നേരിന്റെ വഴി സഞ്ചരിക്കുന്ന നവദൃശ്യ മാധ്യമങ്ങൾ കാഴ്ചയുടെ സത്യസന്ധതയോടെ വാർത്തകൾ സെക്കൻഡുകൾക്കകം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ഇത്തരം അനാവശ്യ നിയമലംഘനങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞെന്നും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തനം വോട്ടർമാർക്ക് ഏറ്റവും നന്നായി അറിയാമെന്നുമൊക്കെ ബ്രിട്ടാസിനെ പോലെയുള്ളവർ ഇനിയും മനസ്സിലാക്കാത്തത് എത്ര ദയനീയമാണ്. തെരഞ്ഞെടുപ്പാണ്. MP ആയ താൻ നിയമങ്ങൾ ലംഘിച്ച് മാതൃകയാകണം, പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ താൻ രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു കട്ട ഹീറോയിസം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.